വാങ്ങിച്ചാലേ പകുതി നമ്മൾ കഴിച്ചു തീർക്കും, ബാക്കി പകുതി ചിലപ്പോൾ കുറച്ച് പഴുപ്പ് ഏറിയിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. ആ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയ കാര്യമാണ് എന്തെങ്കിലും പലഹാരങ്ങൾ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്. ആ വാങ്ങിച്ച പഴം അങ്ങ് തീർക്കുക എന്നുള്ളത്, കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ നോമ്പ് സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പം അങ്ങനെ കൂടുതലായിട്ട് കാണുന്നില്ലെങ്കിലും പഴയ ഒരു പലഹാരം, പഴമയുടെ ഒരു സ്വാദമാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ മിക്കപ്പോഴും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ്. പായസത്തിൻ്റെ അതേപോലെ ഒരു ടേസ്റ്റും നമുക്ക് കിട്ടും കേട്ടോ. പായസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏകദേശം വേണ്ടതെങ്കിലും അത്രയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ ചേർക്കുന്നുമില്ല. വളരെ എളുപ്പത്തിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാവും. വൈകുന്നേരങ്ങളിലല്ല, ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മധുരമായിട്ടുള്ള ഒരു പലഹാരം അത്ര വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് പറഞ്ഞ പോലെ തന്നെ നേന്ത്രപ്പഴമാണ് കേട്ടോ. കുറച്ചധികം പഴുത്തു പോയാലും കുഴപ്പമില്ല, ഒരു മീഡിയം പഴുപ്പാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 3 എണ്ണമാണ് എടുത്തേക്കുന്നത്. അതൊന്ന് 2 ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം പാലെടുത്ത് തിളപ്പിച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര, മധുരം എത്രയാണോ വേണ്ടത് അത്രയ്ക്ക് പഞ്ചസാര ഒന്ന് ചേർത്ത് അതിലോട്ട് 2 ഏലക്കായും കൂടെ ചതച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പാലൊന്ന് നന്നായിട്ട് തിളച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു 1/4 കപ്പ് ശവ്വരി നന്നായിട്ട് കഴുകിയെടുത്തതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ശവ്വരി വേവാൻ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. കുറച്ചധികം തന്നെ സമയം ശവ്വരി വേവാൻ വേണ്ടി വരും. അതൊന്ന് വെന്ത് വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പഴം ചേർത്ത് കൊടുത്താൽ ഒരുപാട് തിളപ്പിച്ച് പഴം വെന്ത് പോകാൻ പാടില്ല. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് വേറൊരു പാന് ഗ്യാസിലോട്ട് വെച്ചിട്ട് അതിലോട്ട് അണ്ടി മുന്തിരി ഒന്ന് വറുത്ത് കോരണം. അതിനാവശ്യമായിട്ടുള്ള നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുന്തിരിയും അണ്ടിപ്പരിപ്പും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായി തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ തണുത്തതിന് ശേഷം വല്ലാതെ അങ്ങ് കുറുകിപ്പോകും. എപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്, തണുത്ത് പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി അതല്ല, ഒരു പുഡിങ് പോലെയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഉഗ്ര റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായി ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.